Next question, which of the following schedule is conflict serializable? For each serializable schedule determine the equivalent serial schedule ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മളെന്താ R1 ഇതിനെ നമ്മൾ ടേബിൾ മാനിൽ നമ്മൾ എഴുതാം. അപ്പം നമുക്കറിയാം 3 ട്രാൻസാക്ഷനാണ് ഉള്ളത്. അപ്പോൾ T1 T2 T3 എന്ന് പറഞ്ഞ് എഴുതാം. ആദ്യത്തെ R1 T1, പിന്നെ വന്നത് R3 ആണ്. അത് കഴിഞ്ഞ് W1 പിന്നെ R2 W3. ഇനി നമ്മളിതിൻ്റെ പ്രസിഡൻസ് ഗ്രാഫ് നമ്മൾ നോക്കണേണ്. അപ്പം R1 നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് എക്സ് ഉണ്ടോ എന്ന് നോക്കാം. റൈറ്റ് എക്സ് T2 T3 ഉണ്ടോ എന്ന് നോക്കാം. T3 അപ്പോൾ എന്തെഴുതാം, T1 നിന്ന് T3 എന്തുണ്ട്, എക്സ് എന്ന് പറയുന്നതിൽ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ നടക്കുന്നത് R3 അതിൻ്റെ റൈറ്റ് എക്സ് ഉണ്ടോ എന്ന് നോക്കുക. T1 അപ്പോൾ T3 നിന്ന് എന്ത് ചെയ്യുക, T1 ഒരു എക്സ് എന്ന് പറയുന്നതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താ, W1 ആണ്. അപ്പോൾ W1 എന്ന് പറയുമ്പോൾ അതിൻ്റെ റീഡ് എക്സ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ റീഡ് എക്സ് എന്താ, ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ, T1 നിന്ന് T2 എക്സ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഇവിടെ എന്തെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് റീഡ് എക്സ് ഉണ്ട്, അതിൻ്റെ റൈറ്റ് എക്സ് ഉണ്ടോയെന്ന് നോക്കുക. റൈറ്റ് എക്സ് ഉണ്ട്, അപ്പോൾ T2 നിന്ന് T3 എന്തുണ്ട്, എക്സ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഉണ്ട്. സോ ഇതെന്താ, ഒരു സൈക്ലിക്കാണ്, അതുകൊണ്ട് അതെന്താ നോട്ട് സീരിയലൈസബിൾ ആണ്. ഇതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണം, 3 ട്രാൻസാക്ഷൻ ഉണ്ട്. ഫസ്റ്റ് വന്നിരിക്കുന്നത് അനുസരിച്ച് ഓർഡർ അനുസരിച്ച് ഞാൻ ടേബിൾ വരച്ചു. ഇനി അത് പ്രസിഡൻസ് ഗ്രാഫ് വെച്ച് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ആദ്യം R1 ആണ്, അതിൻ്റെ റൈറ്റ് എക്സ് ഇവിടെ ഉള്ളത് T3 ഉള്ളത്. അപ്പോൾ T1 നിന്ന് T3 എന്താ എക്സിൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ R3 ആണ്, അതിൻ്റെ റൈറ്റ് ഓഫ് എക്സ് ഉണ്ടോ എന്ന് നോക്കാം. അത് T1 കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താ, T3 നിന്ന് T1 എക്സ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഇനി അടുത്തത് വരുന്നത് W3 റീഡ് എക്സ് ആണ്. റീഡ് എക്സ് T2 ഉണ്ട്. അപ്പോൾ T3 നിന്ന് T2 എന്തുണ്ട്, എക്സ് നടക്കുന്നുണ്ട്. ഇനി WX റീഡ് എക്സ് ഉണ്ടോ എന്ന് നോക്കുക. റീഡ് എക്സ് T1 നിന്ന് T2 എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റീഡ് എക്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ, T1 നിന്ന് T2 നമ്മൾ എന്ത് ചെയ്യുക, എക്സ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക, അവിടെ ഫോം ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതും എന്താ, ഒരു സൈക്കിൾ ഗ്രാഫാണ്. അപ്പോൾ അതെന്താ, നോട്ട് സീരിയലൈസബിൾ ആണെന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് വണ്ണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ടേബിൾ വെയിറ്റ് വരച്ചു, അതിൻ്റെ പ്രസിഡൻസ് നമ്മൾ ചെക്ക് ചെയ്യണേണ്. അപ്പം ആദ്യം T3 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ T3 R3 ഉണ്ട്, അതിൻ്റെ റൈറ്റ് എക്സ് ഉണ്ടോ എന്ന് നോക്കാം. T1 കിടക്കുന്നുണ്ട്. അപ്പം എന്താ, T3 നിന്ന് T1 എക്സ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ R2 അതിൻ്റെ നമുക്ക് എന്താ, ഓൾറെഡി T3 ഉണ്ട്. അപ്പോൾ എന്താ, എനിക്ക് T2 നിന്ന് T3 എക്സ് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അടുത്തത് W3 അതിൻ്റെ റീഡ് എക്സ് ഉണ്ടോ എന്ന് നോക്കുക. T1 ഉണ്ട്. അപ്പോൾ T3 നിന്ന് T1 ഓൾറെഡി പോയതുകൊണ്ട് വീണ്ടും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, നേരത്തെ എഴുതിയാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ, നോ സൈക്ലിക് ആണ്. അപ്പോൾ അതെന്താ, സീരിയലൈസബിൾ ആണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ പ്രസിഡൻസ് ഓർഡർ ചെയ്താൽ T2 T3 T1 എന്ന് പറയും.